ഹലോ ഗൈസ്, വെൽക്കം ടു ഹോഡോപേഡീസ്. അങ്ങനെ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പത്മനാഭപുരം പാലസിലോട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പം നമ്മൾ വന്ന് വണ്ടിയൊക്കെ നമുക്ക് റോട്ടിൽ പാർക്ക് ചെയ്യണം. റോട്ടിൽ പാർക്ക് ചെയ്തതിന് ശേഷം എന്തിനോ വേണ്ടി ഒരു 50 രൂപയുടെ ടിക്കറ്റ് നമ്മൾ ഇടിപ്പിച്ചു. എന്തിനാണെന്നൊന്നും മനസ്സിലായില്ല, പക്ഷെ നമ്മൾ മസ്റ്റായിട്ട് അത് എടുക്കണം. അതിനുശേഷം നമുക്ക് പാർക്കിങ്ങിൻ്റെ ഫീ പോലെ പറഞ്ഞു, പക്ഷെ നമ്മൾ റോട്ടിൽ തന്നെയാണ് വണ്ടി ഇടേണ്ടത്. അതിനുശേഷം നമ്മളിതാ നമ്മുടെ എൻട്രിയിലോട്ട് നടക്കുവാണ്. ഈ കാണുന്ന എല്ലാ വണ്ടികളും നമ്മുടെ ഈ ഒരു പാലസിലോട്ട് വന്നിരിക്കുന്ന വണ്ടികളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ്. പിന്നെ നമ്മൾ നടക്കണതിൻ്റെ ഇടയിൽ നമുക്കിതാ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് പാലസത്തിനാണ് മുൻപായിട്ട്. അതിനുശേഷം എന്താ നമ്മുടെ ഒരു പത്മനാഭപുരം പാലസും മ്യൂസിയം നമുക്കിതാ എത്തുവാണ്. അപ്പോൾ ഫസ്റ്റ്ലി തന്നെ ഒരു പടിപ്പുരയും വലിയ 2 വാതിലൊക്കെ ആയിട്ട് നമ്മുടെ ഒരു കൊട്ടാരത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാണ്. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അതാ നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ ആണ് കാണുന്നത്. അതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ ചെരുപ്പൊന്നും നമുക്ക് അകത്തേക്ക് ഇട്ട് കയറാൻ പറ്റുന്നതല്ല. അപ്പോൾ ചെരുപ്പൊക്കെ കൊടുക്കുന്ന കൗണ്ടർ നമുക്ക് റൈറ്റ് സൈഡിലാണ് വരുന്നത്. പിന്നെ ഞാൻ ഫോട്ടോ ആണ് മെയിൻലി ഈ ഒരു വ്ളോഗിൽ ആഡ് ചെയ്തേക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ മൊബൈലിലായാലും നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ 2500 നമ്മൾ പേ ചെയ്യണം. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ ഫോട്ടോസ് മാത്രമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഒരു വ്ളോഗിൽ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഈ ഒരു പത്മനാഭപുരം പാലസിനെ കുറിച്ച് കുറച്ച് ഐഡിയ തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പത്മനാഭപുരം പാലസ് എന്ന് പറയുന്നത് നമ്മുടെ കന്യാകുമാരി ജില്ലയിലുള്ള പത്മനാഭപുരം വില്ലേജിലാണ് ഈ ഒരു പാലസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേളിക്കുന്നുകളാണ് വേളിക്കുന്നിൻ്റെ താഴ്വാരത്താണ് ഈ ഒരു പാലസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. 400 വർഷങ്ങൾ പഴക്കമുണ്ട് കേട്ടോ ഈ ഒരു പാലസിനെന്ന് പറയാൻ. അതുമാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വുഡൻ പാലസ് ആണ് നമ്മുടെ ഈ ഒരു പത്മനാഭപുരം പാലസ് എന്ന് പറയുന്നത്. ഈ കാണുന്ന കട്ടിലാണ് സപ്രമഞ്ച കട്ടിൽ എന്ന് പറയുന്നത്. അതായത് 64 വ്യത്യസ്ത തരം തടികൾ കൊണ്ട്, മെഡിസിനൽ തടികൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കട്ടിലാണ് ആ ഒരു കണ്ടെക്കുന്നത്. അത് മാത്രമല്ല ഇവിടുത്തെ ഓരോരോ വാതിലായാലും ജനലൊക്കെയായാലും ഭയങ്കര ഒരു വുഡൻ വർക്കാണ് മൊത്തത്തിൽ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതൊരു 6.5 ഏക്കറിലാണ് ഈ ഒരു പാലസ് മൊത്തത്തിൽ അതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ 16ാമത്തെ നൂറ്റാണ്ടിൽ നമ്മുടെ ഇരവിവർമ്മ രാജാവാണ് ഈ ഒരു, അതായത് വേനാട് ഭരിച്ചിരുന്ന ആ രാജാവാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തു നിന്നായിട്ടും ഇവിടെ ഈ ഒരു പാലസ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇത് കേരളത്തിൻ്റെ വലിയൊരു മുൻപ് കേരളത്തിൻ്റെ ലാർജസ്റ്റ് ഒരു നെല്ലറയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൃഷി ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഈ ഒരു പ്ലേസിൽ നിന്നായിരുന്നു. ഈ കാണുന്നതാണ് നവരാത്രി മണ്ഡപം എന്ന് പറയുന്നത്. ഇതൊരു ദ്രവീഡിയൻ ആർക്കിടെക്ചർ, അതായത് കല്ലുകൊണ്ടുള്ളൊരു ആർക്കിടെക്ചറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതൊരു വിജയനഗര ഫാഷൻ എന്ന് പറയും. ആ ഒരു സ്റ്റൈലിലാണ് ഈ ഒരു നവരാത്രി മണ്ഡപം അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്കാണ് കേട്ടോ നമുക്ക് ഇവിടെ. ഇത്രയ്ക്കല്ല, ഇതൊരു കുറേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കാണാനുണ്ട്. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ വന്നൊരു ടൈമിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു ഭയങ്കര മനോഹരമായൊരു പാലസ് തന്നെയാണ്. നമ്മുടെ ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് വുഡൻ പാലസ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടിരിക്കാൻ നിങ്ങളാരും മറക്കരുത്. അപ്പോൾ ബൈ ഫ്രം ഹോഡോപീഡീസ്.